ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് COPD എന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നമ്മളിൽ പലരും ആ അസുഖത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. ആ പേര് പറയുന്നത് പോലെ തന്നെ COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് ദീർഘകാലം ശ്വാസകോശത്തെയും ശ്വാസനാളങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. ഇത് കൂടുതലും പുരുഷന്മാരിലായിരുന്നു നേരത്തെ കണ്ടുവരുന്നത്. എന്നാൽ ഇന്ന് സ്ത്രീകളിലും ഇത് ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ്. അതായത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. COPD നമ്മൾ കുഞ്ഞുങ്ങളിൽ വളരെ വിരളമായി മാത്രമേ അത് കാണാറുള്ളൂ. അപ്പോൾ COPD രോഗം കുഞ്ഞുങ്ങളിൽ വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീൻ ഡെഫിഷ്യൻസി ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറയുന്ന ഡെഫിഷ്യൻസി വരുമ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ നമ്മൾ ഇത് വരാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് പുകവലിയും മറ്റ് പ്രശ്നങ്ങളുമാണ് ഇതിൽ കൂടുതൽ നമുക്ക് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടത് പുകവലിയാണെന്ന് പറയുമ്പോഴും സ്ത്രീകളിൽ ഇത് നമ്മുടെ വിറകടുപ്പ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പുക വലിക്കുമ്പോൾ അവർ പുറത്തു വിടുന്ന ആ പുക ശ്വസിക്കുന്നത് മൂലമാണ് സ്ത്രീകളിൽ ഇത് കൂടുതലായി കാണാറുള്ളത്. പുകവലിയും അതുമല്ലാതെ നമുക്ക് ആസ്മ അൺകൺട്രോൾഡ് ആയിട്ട് ആസ്മ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം നമ്മുടെ ജോലി സംബന്ധമായി നമ്മൾ ധാരാളം പൊടി അടിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് COPD ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. TB പോലെയുള്ള രോഗങ്ങൾ വന്നവർക്കും COPD രോഗം നമ്മൾ കൂടുതലായി കാണാറുണ്ട്. അപ്പോൾ COPD രോഗം നമുക്ക് എങ്ങനെയാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ചുമയും ശ്വാസതടസ്സവുമാണ്. ചുമ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ സമയങ്ങളിൽ ഉണ്ടാകുന്ന ചുമയാണ്. ചുമയിൽ കഫത്തിന് നമുക്ക് വെള്ള കഫമായിരിക്കും. ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മഞ്ഞ കഫം വരാറുള്ളൂ. അല്ലെങ്കിൽ ചുമയും ശ്വാസം മുട്ടുമായിട്ടാണ് അത് അനുഭവപ്പെടാറുള്ളത്. ശ്വാസം മുട്ടെന്ന് പറയുന്നത് നമുക്ക് ഇതിനെ വേർതിരിക്കാൻ പറ്റുന്നത് ആസ്മയിൽ കാണുന്ന ശ്വാസമുട്ട് നമുക്ക് അടിക്കടിയേ ഉണ്ടാകുള്ളൂ. ഒരു പ്രാവശ്യം ശ്വാസമുട്ട് വന്നു നമ്മൾ മരുന്നോ ഇഞ്ചക്ഷനോ എടുത്തു അത് നിശേഷം മാറും. എന്നാൽ COPD രോഗത്തിലെ ശ്വാസമുട്ട് അത് ഇഞ്ചക്ഷനോ മരുന്നോ എടുത്താലും അത് കുറച്ച് കുറയുമെങ്കിലും അത് നോർമൽ എന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രോഗി ആണ് പ്രധാനപ്പെട്ട നമ്മൾ COPD നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ ഒരാൾ നമ്മുടെ ആശുപത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ OPയിൽ വന്നാൽ നമ്മൾ പ്രധാനപ്പെട്ടതായി ചെയ്യുന്ന ടെസ്റ്റുകൾ ഒന്ന് എക്സ്റേയും 2 ലങ്സിൻ്റെ ഫങ്ഷൻ ചെയ്യുക എന്നതാണ്. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഈ COPD ചേഞ്ചസ് കാണാൻ സാധിക്കും എക്സ്റേയിൽ. അതോടൊപ്പം തന്നെ PFT ടെസ്റ്റാണ് പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ശ്വാസത്തിൻ്റെ അളവ് നമുക്ക് രേഖപ്പെടുത്തുമ്പോൾ അതിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് COPD ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ കേസസിൽ മാത്രം പേഷ്യൻസിൽ മാത്രം നമുക്ക് CT സ്കാനും മറ്റ് അനുബന്ധ ടെസ്റ്റുകളും ചിലപ്പോൾ ആവശ്യമായി വരും. ഇപ്പം നമ്മൾ COPD കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്താൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദീർഘകാലത്തെ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശം ചുരുങ്ങുന്ന പോലത്തെ ഒരു രോഗമാണ് COPD. അപ്പോൾ ഈ ശ്വാസകോശം വികസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള മരുന്നുകളും ഇൻഹേലറുമാണ് പ്രധാനപ്പെട്ടതായി കൊടുക്കുന്നത്. ഇൻഹേലർ തന്നെ നമുക്ക് പല വിധത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് പൗഡർ രൂപത്തിലുണ്ട്, നമുക്ക് സ്പ്രേ രൂപത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നെബുലൈസർ രൂപത്തിലുണ്ട്. ഏതാണ് നമ്മൾ അതിൽ തിരഞ്ഞെടുക്കുന്നത് എന്നത് പേഷ്യൻറ്റിൻ്റെ നമ്മൾ പല കണ്ടീഷൻസിനെയും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. ചിലർക്ക് പൗഡർ പോലെ റോട്ട ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ പറയുന്നെങ്കിലും റോട്ട ക്യാപ്പ് എന്ന് പറയുന്നതായിരിക്കും ചിലർക്ക് കംഫർട്ടബിൾ. ചിലർക്ക് സ്പ്രേ മരുന്നായിരിക്കും ചിലർക്ക് കംഫർട്ടബിൾ. അപ്പോൾ അത് പേഷ്യൻ്റ് എന്ത് പറയുന്നതനുസരിച്ച് നമ്മൾ ആ ഇൻഹേലേഴ്സ് നമ്മൾ തുടങ്ങാറുണ്ട്. അതോടൊപ്പം തന്നെ ടാബ്ലറ്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇൻഹേലേഴ്സ് കേൾക്കുമ്പോൾ പലർക്കും നമ്മൾ OPയിൽ നമ്മൾ ഇൻഹേലേഴ്സ് എഴുതുമ്പോൾ പലരും അയ്യോ ഇത് അഡിക്ഷൻ വരുമോ, അത് എത്ര നാൾ ഉപയോഗിക്കണം, അങ്ങനത്തെ പല ചോദ്യങ്ങളും നമ്മൾ ഡോക്ടർ എന്ന നിലയ്ക്ക് നേരിടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഹേലേഴ്സ് ഒരു വിധത്തിലുള്ള അഡിക്ഷനും ഉണ്ടാക്കത്തില്ല. ഏത് പ്രായത്തിലുള്ള ആൾക്കാരും വളരെ സേഫായിട്ട് എടുക്കാവുന്നൊരു മരുന്ന് മാത്രമാണ് ഇൻഹേലർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിൽ മില്ലിഗ്രാം ഡോസിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും അത് 100 മില്ലി അല്ലെങ്കിൽ 50 മില്ലി അങ്ങനെയാണ് മില്ലിഗ്രാം ഡോസിലാണ് നമ്മുടെ മരുന്ന് പോകുന്നത്. ഇൻഹേലർ എന്ന് പറയുന്നതിൽ നമുക്ക് മൈക്രോഗ്രാം ഡോസിങ്ങിൽ മാത്രമാണ് മരുന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഗുളിക എടുക്കുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് അത് അലിഞ്ഞു ചേർന്ന് നമ്മുടെ തല മുതൽ നമ്മുടെ പാദം വരെയുള്ള ബ്ലഡിലേക്ക് അതിൻ്റെ എഫക്ട്സ് വരും. എന്നാൽ ഒരു ഇൻഹേലർ ആകുമ്പോൾ അതിൻ്റെ എഫക്ട്സ് ശ്വാസകോശത്തിൽ മാത്രമായിട്ടാണ് കൂടുതലായി കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഹേലർ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇൻഹേലർ എടുക്കാൻ ഒരു വിധത്തിലും ആരും മടിക്കേണ്ട കാര്യമില്ല. ഏത് പ്രായക്കാർക്കും അത് എടുക്കാൻ
ആവശ്യമാണെങ്കിൽ അത് എടുക്കാവുന്നത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ എന്തിനാണ് COPD ചികിത്സിക്കുന്നത്? COPD ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് വിട്ടുമാറാതെ ചുമയും ശ്വാസം മുട്ടും വരികയും അതിലൊരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ഓക്സിജൻ്റെ അളവ് താഴ്ന്ന് നമുക്ക് എക്സാസർബേഷൻ, അതായത് ശ്വാസം മുട്ട് കഠിനമാവുകയും നമ്മൾ ICU അഡ്മിഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ പോലത്തെയുള്ള സാഹചര്യങ്ങളിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ COPD രോഗികൾക്ക് ഹാർട്ടിൻ്റെ സംബന്ധമായ ഹാർട്ട് ഫെയിലിയേഴ്സും അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് തേയ്മാനങ്ങളും ഷുഗർ പോലത്തെയുള്ള രോഗങ്ങളും വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് COPD എന്ന രോഗം കൊണ്ട് നമുക്ക് വരുമെന്നിരിക്കെ നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നൊരു രോഗമാണ് COPD.